PSC ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2023 സെപ്റ്റംബറിലെ കറണ്ട് അഫയേഴ്സ് ആണ്. കേരള PSC അടുത്തിടെ പബ്ലിഷ് ചെയ്ത 65ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് വിവരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യ ക്ലാസ്സുകളുടെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൂടി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ പോയിന്റ് പറയുന്നത് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് ആരെന്നാണ്. അത് ആർ മാധവനാണ്. ആർ മാധവൻ നിലവിലും ഇദ്ദേഹം തന്നെയാണ് ഇതിന്റെ പ്രസിഡന്റായിട്ട് തുടരുന്നത്. ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ നിലവിലെ പ്രസിഡന്റും ആർ മാധവൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുമാത്രമല്ല, ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ആര് വിരമിച്ച ഒഴിവിലാണ് ആർ മാധവനെ നിയമിച്ചത്? ശേഖർ കപൂർ. ശേഖർ കപൂർ വിരമിച്ച ഒഴിവിലാണ് ആർ മാധവനെ നിയമിച്ചിട്ടുള്ളത്. അടുത്ത പോയിന്റ്, ബ്രിട്ടീഷ് രാജകുടുംബത്തെ ദീർഘകാലം മുൾമുനയിൽ നിർത്തിയ ഏത് വ്യക്തിയാണ് ഈയിടെ അന്തരിച്ചത്? അത് ഈജിപ്ഷ്യൻ കോടീശ്വരൻ മുഹമ്മദ് അൽ ഫായിദ് ആണ്. അല്ലെ, നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് ഇതൊരു ഇൻഫർമേഷൻ അറിയാൻ എന്നുള്ള രീതിയിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. അല്ലേ, ഇത് രസകരമായിട്ടുള്ളൊരു വിവരമാണല്ലോ ഇത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കാൻ അറിഞ്ഞിരിക്കാൻ എന്നുള്ള രീതിയിൽ പഠിച്ചാൽ ഇത് മറന്നുപോയില്ല. ബ്രിട്ടീഷ് രാജകുടുംബത്തെ ദീർഘകാലം മുൾമുനയിൽ നിർത്തിയ ഏത് വ്യക്തിയാണ് ഈയിടെ അന്തരിച്ചത്? അത് ഈജിപ്ഷ്യൻ കോടീശ്വരൻ മുഹമ്മദ് അൽ ഫായിദ് ആണ്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് അടുത്തിടെ കേട്ട ഒരു ടാഗ് ലൈൻ ആണ്. അല്ലേ, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നതിൻ്റെ സാധ്യതകൾ പഠിക്കാൻ വേണ്ടിയുള്ള സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? അത് രാംനാഥ് കോവിന്ദ് ആണ്. രാംനാഥ് കോവിന്ദ്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നതിൻ്റെ സാധ്യതകൾ പഠിക്കാൻ വേണ്ടിയുള്ള സമിതിയുടെ അധ്യക്ഷനാണ് രാംനാഥ് കോവിന്ദ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നടരാജ വിഗ്രഹം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? അത് പ്രഗതി മൈതാനത്തിലാണ്. പ്രഗതി മൈതാനം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നടരാജ വിഗ്രഹം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? പ്രഗതി മൈതാനം. അതൊന്ന് കണക്ട് ചെയ്യാല്ലേ. ഏറ്റവും ഉയരം കൂടിയ നടരാജ വിഗ്രഹമായതുകൊണ്ട് അത് ചെറിയ സ്ഥലത്തെങ്ങും വെക്കാൻ പറ്റത്തില്ല, ഒരു മൈതാനത്തിലേ വെക്കാൻ പറ്റത്തുള്ളൂ. അല്ലേ, അപ്പം മൈതാനത്തിൻ്റെ പേരാണ് പ്രഗതി മൈതാനം. എന്താണ്? ഈ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നടരാജ വിഗ്രഹമാണ്. അത് എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കാൻ പറ്റില്ല, ഒരു മൈതാനത്തിലേ വെക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പ്രഗതി മൈതാനത്ത് വെച്ചു. അല്ലേ, ഇന്ത്യയുടെ ആദ്യത്തെ സൗര പര്യവേഷണ ദൗത്യം, അല്ലെ, കുറേ നാളായിട്ട് PSCയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ചുമ്മാ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അല്ലേ, ആദിത്യ L1 എന്നാണ് അതിൻ്റെ ഉത്തരം. എന്താണ് ഇന്ത്യയുടെ ആദ്യത്തെ സൗര പര്യവേഷണ ദൗത്യത്തിൻ്റെ പേര്? ആദിത്യ L1. 2023 സെപ്റ്റംബർ 2 വിക്ഷേപിച്ചു. കേട്ടോ, ആ ഡേറ്റ് ഒക്കെ ചോദിക്കാറുണ്ട്. 2023 സെപ്റ്റംബർ 2 വിക്ഷേപിച്ചു. 2023 അന്തരിച്ച മുൻ ഇറ്റാലിയൻ പ്രസിഡന്റാണ് ജിയോർജിയോ നെപ്പോളിറ്റാനോ. അദ്ദേഹത്തിന്റെ പേരാണ് ജിയോർജിയോ നെപ്പോളിറ്റാനോ. ജിയോർജിയോ നെപ്പോളിറ്റാനോ. അടുത്തത്, ഗ്ലോബൽ 2023 ഇന്നവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 40 ആണ്. ഗ്ലോബൽ 2023 ഇന്നവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 40 ആണ്. ഐക്യരാഷ്ട്ര സംഘടന അടക്കമുള്ള രാജ്യാന്തര സംഘടനകളുടെ പരിഷ്കരണം ലക്ഷ്യമായി പ്രഖ്യാപിച്ച സംഘടനയാണ് G20 എന്ന് പറയുന്നത്. അല്ലേ, അപ്പോൾ G20 എന്ന് പറയുന്ന സംഘടനയിൽ എന്താണ് ചർച്ച ചെയ്തത്? ഐക്യരാഷ്ട്ര സംഘടന അടക്കമുള്ള രാജ്യാന്തര സംഘടനകൾ പരിഷ്കരിക്കണം, കാലാനുസൃതമായി പരിഷ്കരിക്കണമെന്ന് ലക്ഷ്യമായി പ്രഖ്യാപിച്ച സംഘടനയാണ് G20. അല്ലേ, ഏത് ഛിന്നഗ്രഹത്തിലെ കല്ലും മണ്ണുമായിട്ടാണ് ഒസിരിസ് റെക്സ്, അല്ലെ, ഇതൊക്കെ നമ്മൾ കുറേ നാളായിട്ട് കേൾക്കുന്നുണ്ട്, ഒസിരിസ് റെക്സ് എന്ന നാസയുടെ ബഹിരാകാശ പേടകം തിരിച്ചെത്തിയത്? അത് ബെന്നു എന്ന ഛിന്നഗ്രഹത്തിലെ കല്ലും മണ്ണുമായിട്ടാണ്. അല്ലെ, ബെന്നു എന്ന ഛിന്നഗ്രഹത്തിലെ കല്ലും മണ്ണുമായിട്ടാണ് ഒസിരിസ് റെക്സ് എന്ന നാസയുടെ ബഹിരാകാശ പേടകം തിരിച്ചെത്തിയത്. അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. ഭൂമിയിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ് ബെന്നു? അല്ലെ, ബെന്നു ഛിന്നഗ്രഹമാണെന്ന് പറഞ്ഞു. അല്ലെ, ഭൂമിയിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ്? 8 കോടി കിലോമീറ്റർ അകലെയാണ് ബെന്നു എന്ന് പറയുന്ന ഛിന്നഗ്രഹം. ഭൂമിയിൽ നിന്ന് 8 കോടി കിലോമീറ്റർ അകലെയാണ് ബെന്നു എന്ന ഛിന്നഗ്രഹം. 2023 ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? അത് മോഹൻ ബഗാനാണ്. മോഹൻ ബഗാൻ. 2023 ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ മോഹൻ ബഗാൻ. ഈസ്റ്റ് ബംഗാളാണ് റണ്ണറപ്പ്. അല്ലെ, ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തി. മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തി 2023 ഡ്യൂറൻ കപ്പ് സ്വന്തമാക്കി. 2023 ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ഫൈനലിന്റെ വേദി എവിടെയായിരുന്നു? അത് കൊൽക്കത്തയായിരുന്നു. 2023 ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ഫൈനലിന്റെ വേദി കൊൽക്കത്ത. ഇപ്രാവശ്യത്തെ ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രീ ജേതാവ് ആരാണ്? ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രീ ജേതാവ് മാക്സ് വെർസ്റ്റപ്പൻ ആണ്. മാക്സ് വെർസ്റ്റപ്പൻ. അല്ലെ, ഇദ്ദേഹം ആണ് ഇപ്പോൾ റെക്കോർഡ് നേടിക്കൊണ്ടിരിക്കുന്നത്. അല്ലെ, ഇപ്രാവശ്യത്തെ ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രീ ജേതാവ് മാക്സ് വെർസ്റ്റപ്പൻ ആണ്.
അന്തരിച്ച സിംബാബ്വേയുടെ ക്രിക്കറ്റ് താരമാരാണ്? അത് ഹീത്ത് സ്ട്രീക്ക് ആണ്. ഹീത്ത് സ്ട്രീക്ക് അല്ലെ, അന്തരിച്ച സിംബാബ്വെ ക്രിക്കറ്റ് താരമാണ് ഹീത്ത് സ്ട്രീക്ക്. സംസ്ഥാനത്ത് മിൽമയുടെ ആദ്യത്തെ റെസ്റ്റോറൻറ്റ് തൃശ്ശൂരിലാണ്. ഇതൊക്കെ ഒരു ഇൻഫർമേഷൻ ആണല്ലേ. മിൽമ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലേ. എവിടെയാണ് ആദ്യത്തെ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്? അത് തൃശ്ശൂരാണ്. തൃശ്ശൂർ. സംസ്ഥാനത്ത് മിൽമയുടെ ആദ്യത്തെ റെസ്റ്റോറൻറ്റ് തൃശ്ശൂരാണ്. അടുത്തത് 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. ഉത്കല ഒഡീഷയുടെ പഴയ പേരിലും ഉത്കല എന്ന് അറിയപ്പെടുന്നില്ലേ? ഉത്കല അല്ലെ, പഴയ പേര് അങ്ങനെയാണ് അല്ലെ, ഉത്കല. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. ഒഡീഷയിൽ. 2023 കൽപ്പിത സർവകലാശാല പദവി ലഭിച്ച ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് NCERT. എന്താണ്? കൽപ്പിത സർവകലാശാല പദവി ലഭിച്ചു. എപ്പോ? 2023. 2023 കൽപ്പിത സർവകലാശാല പദവി ലഭിച്ച ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് NCERT അല്ലെ. ഞാനിവിടെ എപ്പോഴും പറയാറുണ്ട് റിവേഴ്സ് ഓർഡറിൽ പഠിക്കണമെന്നല്ലേ. ഇപ്പോൾ NCERTക്ക് അടുത്തിടെ എന്തോ പദവി ലഭിച്ചല്ലോ എന്ന രീതിയിൽ ആലോചിക്കുക. എന്ത് പദവിയാണ് ലഭിച്ചത്? കൽപ്പിത സർവകലാശാല പദവി അല്ലെ. എപ്പോഴാണ്? 2023 അല്ലെ. അതേപോലെ നമ്മുടെ തൃശ്ശൂർ അല്ലെ, ഇപ്പോൾ എന്തോ പ്രത്യേകത പറഞ്ഞല്ലോ. എന്താണ്? മിൽമയുടെ ആദ്യത്തെ റെസ്റ്റോറൻറ്റ് അല്ലെ. സംസ്ഥാനത്ത് ആദ്യമായിട്ട് റെസ്റ്റോറൻറ്റ് സ്ഥാപിച്ചത് മിൽമ തൃശ്ശൂരിലാണ് അല്ലെ. അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം. സൗരദൗത്യം നടത്തുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? അത് 4ാമത്തെ രാജ്യമാണ് കേട്ടോ. സൗരദൗത്യമാണ്, സൂര്യനിലേക്കുള്ള മിഷൻ അല്ലെ. സൗരദൗത്യം നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. സൗരദൗത്യം നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആദിത്യ L1ന്റെ വിക്ഷേപണ വാഹനം ഏതായിരുന്നു? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSLV C-57 ആണ്. C-57 അല്ലെ. ആദിത്യ L1ന്റെ വിക്ഷേപണ വാഹനം PSLV C-57 ആണ്. സൗരദൗത്യം നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആദിത്യ L1ന്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു? പ്രോജക്റ്റ് ഡയറക്ടർ നിഗർ ഷാജിയാണ്. നിഗർ ഷാജി. PSC ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ്, അതുകൊണ്ട് തന്നെ നമുക്കിത് പ്രതീക്ഷിക്കാം അല്ലെ. നിഗർ ഷാജിയാണ് ആദിത്യ L1ന്റെ പ്രോജക്റ്റ് ഡയറക്ടർ. നിഗർ ഷാജിയാണ്. ആദിത്യ L1ന്റെ വിക്ഷേപണ വാഹനം PSLV C-57 ആണ്. C-57 സൗരദൗത്യം നടത്തുന്ന 4ാമത്തെ രാജ്യമാണ്. ഇതിന്റെ മിഷൻ ഡയറക്ടർ എന്നറിയപ്പെടുന്നത് എന്നറിയപ്പെടുന്നത് SR ബിജു ആണ്. SR ബിജു, മിഷൻ ഡയറക്ടർ SR ബിജു. അപ്പോൾ ആദിത്യ L1 എന്ന് കേൾക്കുമ്പോൾ നിഗർ ഷാജിയെയും SR ബിജുവിനെയും ഓർമ്മ വരണം. നിഗർ ഷാജി, പ്രോജക്റ്റ് ഡയറക്ടർ നിഗർ ഷാജി, മിഷൻ ഡയറക്ടർ SR ബിജു, PSLV C-57 സൗരദൗത്യം നടത്തുന്ന 4ാമത്തെ രാജ്യം. ആദിത്യ L1ന്റെ ആകെ ഭാരം ചോദിച്ചാൽ അത് 1480.7 കിലോഗ്രാം. 1480.7 കിലോഗ്രാം. ആദിത്യ L1ന്റെ കാലാവധി എത്രയാണ്? കാലാവധി 5 വർഷം 2 മാസമാണ് കാലാവധി. 5 വർഷം 2 മാസം കാലാവധി അല്ലെ. അപ്പോൾ ആദിത്യ L1 സൗരദൗത്യം നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. വിക്ഷേപണ വാഹനം PSLV C-57, പ്രോജക്റ്റ് ഡയറക്ടർ നിഗർ ഷാജിയും ഇതിന്റെ മിഷൻ ഡയറക്ടർ SR ബിജുവുമാണ്. അതുപോലെ ഇതിന്റെ ആകെ ഭാരം എന്ന് പറയുന്നത് 1480.7 കിലോഗ്രാം, കാലാവധി 5 വർഷം 2 മാസം എന്നിവയാണ്. ഓക്കെ, നമുക്ക് അടുത്ത പേജിലെ കാര്യങ്ങൾ പഠിക്കാം. ഇവിടെ നമ്മൾ എടുക്കുന്ന എല്ലാ ക്ലാസ്സിൻ്റെയും പരീക്ഷ നമ്മൾ ടെലഗ്രാം ചാനലിൽ നടത്താറുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. രാജ്യത്ത് പട്ടാളം നടത്തുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങളോടുള്ള പ്രതിഷേധമെന്ന നിലയിൽ 2026 ആസിയാന്റെ അധ്യക്ഷ പദവി വഹിക്കേണ്ട ഏത് രാജ്യത്തിനാണ് പദവി നൽകേണ്ട എന്ന് തീരുമാനിച്ചത്? അത് മ്യാൻമാറാണ്. മ്യാൻമാർ അല്ലെ. അപ്പോൾ എന്താണ് മ്യാൻമാറിന് ആ പദവി കൊടുക്കേണ്ടെന്ന് തീരുമാനിക്കാൻ കാരണം എന്താണ്? രാജ്യത്ത് പട്ടാളം നടത്തുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങളുടെ പ്രതിഷേധമെന്ന നിലയിലാണ് അല്ലെ. അതായത് മ്യാൻമാറിൽ അറിയാലോ, പട്ടാളമാണ് അവിടെ ഭരിക്കുന്നത് അല്ലെ, പട്ടാളം. അപ്പോൾ ആ പട്ടാളം നടത്തുന്ന മ്യാൻമാറിലെ പട്ടാളം നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ, അതിനോടുള്ള പ്രതിഷേധമെന്ന നിലയിലാണ് 2026 ശരിക്കും പറഞ്ഞാൽ ആസിയാന്റെ അധ്യക്ഷത പദവി വഹിക്കേണ്ട രാജ്യം മ്യാൻമാർ എന്ന് പറയുന്നതായിരുന്നു അല്ലെ. അപ്പോൾ ആ അധ്യക്ഷ പദവി വഹിക്കേണ്ട മ്യാൻമാർ എന്ന രാജ്യത്തിന് പദവി നൽകേണ്ടത്
നൽകേണ്ട എന്ന് തീരുമാനിച്ചു. അപ്പൊ കാര്യം ക്ലിയർ ആയല്ലോ അല്ലെ. രാജ്യത്ത് പട്ടാളം നടത്തുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങളോടുള്ള പ്രതിഷേധമെന്ന നിലയിൽ 2026 ആസിയാന്റെ അധ്യക്ഷ പദവി വഹിക്കേണ്ട മ്യാൻമാർ എന്ന രാജ്യത്തിന് പദവി നൽകേണ്ട എന്ന് തീരുമാനിച്ചു. ആസിയാൻ സോളിഡാരിറ്റി എക്സർസൈസിന് വേദിയായത് ഇന്തോനേഷ്യയാണ് അല്ലെ. ആസിയാൻ സോളിഡാരിറ്റി എക്സർസൈസ്, എന്താണ് ആ പേര്? ആസിയാൻ സോളിഡാരിറ്റി എക്സർസൈസിന് വേദിയായത് ഇന്തോനേഷ്യയാണ്. 2023 ആണവശേഷിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ RS-28 സർമാറ്റ് സൈന്യത്തിന്റെ ഭാഗമാക്കിയ രാജ്യം റഷ്യയാണ് അല്ലെ. അപ്പൊ നോക്കുക, 2023 ആണവശേഷിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് RS-28 സർമാറ്റ് സൈന്യത്തിന്റെ ഭാഗമാക്കിയ രാജ്യം റഷ്യയുടേതാണ്. അപ്പോൾ റഷ്യയുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് RS-28 സർമാറ്റ്. ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ഡിസാസ്റ്റർ ഹോസ്പിറ്റൽ, നല്ലൊരു പോയിന്റ് അല്ലെ, അവതരിപ്പിച്ച രാജ്യം ഇന്ത്യയാണ്. നോക്കിയേ, ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ഡിസാസ്റ്റർ ഹോസ്പിറ്റൽ അവതരിപ്പിച്ച രാജ്യം ഇന്ത്യയാണ് അല്ല. ഇതൊക്കെ ഒരു ഇൻഫർമേഷൻ ആണ്. 2023 സെപ്റ്റംബറിൽ 2000-ലേറെ പേരുടെ മരണത്തിനിടയാക്കിയ ഭൂകമ്പം നടന്ന രാജ്യമാണ് മൊറോക്കോ. 2023 സെപ്റ്റംബറിൽ 2000-ലേറെ പേരുടെ മരണത്തിനിടയാക്കിയ ഭൂകമ്പം നടന്ന രാജ്യമാണ് മൊറോക്കോ. അടുത്ത പോയി നോക്കാം. 2023 തന്നെ 2000-ലധികം പേരുടെ മരണത്തിന് കാരണമായ പ്രളയം നടന്ന രാജ്യം ലിബിയയാണ്. ലിബിയ. അപ്പൊ നോക്കിയ ഭൂകമ്പം നടന്ന എവിടെയാ? അത് മൊറോക്കോയിൽ. അന്നും 2000-ലേറെ പേര് മരിക്കാനിടയായി അല്ലെ. അതേപോലെ പ്രളയം നടന്ന രാജ്യം ലിബിയയാണ്. അപ്പൊ മൊറോക്കോ, ലിബിയ, ഈ രണ്ട് രാജ്യങ്ങളെ നോട്ട് ചെയ്യുക. അതെ, പ്രകൃതി ദുരന്തങ്ങൾ നടന്ന സ്ഥലമാണ് മൊറോക്കോയും ലിബിയയും. മൊറോക്കോയിൽ ഭൂകമ്പവും ലിബിയയിൽ പ്രളയവുമാണ് നടന്നിട്ടുള്ളത് അല്ലെ. അപ്പോൾ അടുത്തത്, പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞനായ മോസിയുടെ സ്മരണാർത്ഥം ലോകത്തിലെ ഏറ്റവും വലിയ വാനനിരീക്ഷണ ടെലസ്കോപ്പുകളിൽ ഒന്നായ മോസി ടെലസ്കോപ്പ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ചൈനയാണ്. അപ്പൊ എന്താണ്? പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞനായ മോസിയുടെ സ്മരണാർത്ഥം ലോകത്തിലെ ഏറ്റവും വലിയ വാനനിരീക്ഷണ ടെലസ്കോപ്പുകളിൽ ഒന്നായ ടെലസ്കോപ്പ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ചൈനയാണ്. ഇന്ത്യക്ക് വെളിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഹിന്ദു ക്ഷേത്രം നിലവിൽ വരുന്നത് എവിടെയാണ്? അത് USA-യിലാണ്, ന്യൂജേഴ്സിയിൽ. USA-യിലെ ന്യൂജേഴ്സിയിലാണ്. ഇന്ത്യക്ക് വെളിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഹിന്ദു ക്ഷേത്രം നിലവിൽ വരുന്നത്, ഇവിടെ നോക്കുക, രണ്ടാമത്തെയാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഹിന്ദു ക്ഷേത്രം നിലവിൽ വരുന്നത് USA-യിലെ ന്യൂജേഴ്സിയിലാണ്. 12ാമത് ലോക ബാംബു കോൺഗ്രസ് വേദി തൈവാനാണ്. 12ാമത് ലോക ബാംബു കോൺഗ്രസ് വേദി തൈവാൻ. അടുത്തൊരു പോയിന്റ് നോക്കുക. 2023 ആസിയാൻ ഉച്ചകോടിയുടെ വേദി ഇന്തോനേഷ്യയാണ്. 2023 ആസിയാൻ ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? ഇന്തോനേഷ്യയിൽ. 2026 മ്യാൻമാറിൽ നടക്കേണ്ടതാണ് അല്ലെ, ആ പദവി കൊടുക്കണമെന്ന് തീരുമാനിച്ചു. നമ്മൾ തൊട്ടു മുമ്പ് പഠിച്ചു അല്ലെ. ഇനിയിപ്പോൾ 2023 പറയുന്നത്, ഈ 2023 കഴിഞ്ഞുപോയ ആസിയാൻ ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? ആസിയാൻ ഇന്തോനേഷ്യയിലാണ്. ഓർത്തിരിക്കുക, ചിലപ്പോൾ ചോദിക്കാറുണ്ട് വേദികളൊക്കെ. അടുത്തിടെ പൊട്ടിത്തെറിച്ച കിലൗയ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ഹവായിലാണ്. ഹവായ് ദ്വീപ് അല്ലെ, USA-യിലാണ് ഹവായ്. അടുത്തിടെ പൊട്ടിത്തെറിച്ച കിലൗയ അഗ്നിപർവ്വതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹവായിലാണ്, USA-യിലെ ഹവായിൽ. 2023 അന്തരിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞ, അത് വളർമതിയാണ്. 2023 അന്തരിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞയാണ് വളർമതി. അടുത്തിടെ നവരത്ന പദവി ലഭിച്ച വ്യവസായ സ്ഥാപനമാണ് രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ്. ഏതാണ്? രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ്. അടുത്തിടെ നവരത്ന പദവി ലഭിച്ച വ്യവസായ സ്ഥാപനമാണ് രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ്. സ്ട്രീറ്റ് ചൈൽഡ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് Street20 വേദിയായത് ചെന്നൈയിലാണ്. സ്ട്രീറ്റ് ചൈൽഡ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് Street20 വേദിയായത് ചെന്നൈയിലാണ്. ആസിയാൻ ഇന്ത്യ ഉച്ചകോടിക്ക് വേദിയായത് അല്ലെ, ജക്കാർത്തയാണ്. ആസിയാൻ ഇന്ത്യ ഉച്ചകോടിക്ക് വേദിയായ സ്ഥലം ജക്കാർത്ത. അടുത്ത G20 ഉച്ചകോടിയുടെ വേദി റിയോ ഡി ജനീറോ ബ്രസീലിലാണ്. നമ്മുടെ കഴിഞ്ഞ G20 നടന്നത് നമുക്കറിയാം ഇന്ത്യയിലാണ്. അടുത്ത G20 ഉച്ചകോടിയുടെ വേദി റിയോ ഡി ജനീറോയാണ്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റാണ്. G20 ഉച്ചകോടിയുടെ സമാപന ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി
G20 അധ്യക്ഷ പദവി ആർക്കാണ് കൈമാറിയത്? ബ്രസീൽ പ്രസിഡന്റ് ആയിട്ടുള്ള ലുല ഡിസിൽവ. അപ്പോൾ G20 ഉച്ചകോടിയുടെ സമാപന ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി G20 അധ്യക്ഷ പദവി ആർക്കാണ് കൈമാറിയത്? ബ്രസീൽ പ്രസിഡന്റ് ലുല ഡിസിൽവയ്ക്ക്. 5ാമത് ലോക കോഫി കോൺഫറൻസ് വേദി എവിടെയായിരുന്നു? അത് ബംഗളൂരുവിലായിരുന്നു. 5ാമത് ലോക കോഫി കോൺഫറൻസിന്റെ വേദി ബംഗളൂരു. 5ാമത് ലോക കോഫി കോൺഫറൻസിന്റെ വേദി ബംഗളൂരു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടറായി നിയമിതനായത് മനീഷ് ദേശായി ആണ്. അടുത്തിടെ ഇന്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി ലഭിച്ച കേരളത്തിലെ തുറമുഖങ്ങളാണ് ബേപ്പൂർ, അതേപോലെ അഴീക്കൽ, അതേപോലെ കൊല്ലം, പിന്നെ വിഴിഞ്ഞം. അപ്പോൾ ഏതൊക്കെയാണ് അടുത്തിടെ ഇന്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി ലഭിച്ച കേരളത്തിലെ തുറമുഖങ്ങളാണ് ബേപ്പൂർ, അഴീക്കൽ, കൊല്ലം, വിഴിഞ്ഞം. നാസ്കോമിന്റെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ രാജേഷ് നമ്പ്യാറാണ്. 2023 രാഷ്ട്രപതി ദ്രൗപദി മുർമു 12 അടി ഉയരമുള്ള ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തത് രാജ്ഘട്ടിലാണ്. 2023 രാഷ്ട്രപതി ദ്രൗപദി മുർമു 12 അടി ഉയരമുള്ള ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തത് രാജ്ഘട്ടിലാണ്. 2023 രാഷ്ട്രപതി ദ്രൗപദി മുർമു 12 അടി ഉയരമുള്ള ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തത് രാജ്ഘട്ടിലാണ്. മെഥനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ കണ്ടെയ്നർ കപ്പലാണ് ലോറ മേയർസ്ക്. ഇതൊന്ന് നോട്ട് ചെയ്യണം. മെഥനോളിലാണ് കേട്ടോ. മെഥനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ കണ്ടെയ്നർ കപ്പലാണ് ലോറ മേയർസ്ക് മെഥനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ കണ്ടെയ്നർ കപ്പലാണ്. ഓസ്കാർ ഓഫ് സയൻസ് എന്നറിയപ്പെടുന്ന പുരസ്കാരം ബ്രേക്ക് ത്രൂ അവാർഡാണ്. ഓസ്കാർ ഓഫ് സയൻസ് എന്നറിയപ്പെടുന്ന പുരസ്കാരം ഏതാണ്? ബ്രേക്ക് ത്രൂ അവാർഡാണ്. ഓസ്കാർ ഓഫ് സയൻസ് ബ്രേക്ക് ത്രൂ അവാർഡ്. 14ാമത് ഗ്ലോബൽ സ്കിൽ ഉച്ചകോടിയുടെ വേദി ഡൽഹിയാണ്. 14ാമത് ഗ്ലോബൽ സ്കിൽ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഡൽഹി. 14ാമത് ഗ്ലോബൽ സ്കിൽ ഉച്ചകോടിയുടെ വേദി ഡൽഹി. കാനഡയിലെ ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 87ആണ്. സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയിലെ 87. ഒന്ന് ആലോചിക്കുക. കാനഡയിലെ ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 87ആണ്. 87 അല്ലെ. UPI സംവിധാനം ഉപയോഗിച്ചുള്ള രാജ്യത്തെ ആദ്യത്തെ ATM അവതരിപ്പിച്ച കമ്പനിയാണ് ഹിറ്റാച്ചി പേയ്മെന്റ് സർവീസ്. എന്താണ്? UPI സംവിധാനം ഉപയോഗിച്ചുള്ള UPI സംവിധാനം ഉപയോഗിച്ചുള്ള രാജ്യത്തെ ആദ്യത്തെ ATM അവതരിപ്പിച്ച കമ്പനി ഏതാണ്? അത് ഹിറ്റാച്ചി കമ്പനി അല്ലേ. നമുക്ക് അതിൻ്റെ ബാക്കി പോയിന്റിലേക്ക് നോക്കാം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതിനേക്കാൾ ഉപരി നിങ്ങളത് ഷെയർ ചെയ്യണം. ഈ ചാനൽ നിലനിൽക്കുന്നതിന് നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ്. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ ലൈക്ക് വളരെ കുറവാണ്. നല്ല അഭിപ്രായവും നിങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ എന്നിട്ടും ലൈക്ക് കുറവാണ്. നിങ്ങൾ ഷെയറും ചെയ്യുന്നില്ല. ഒന്ന് സപ്പോർട്ട് ചെയ്യുക. 19ാമത് ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ ഔദ്യോഗിക സ്പോൺസർ അത് അമൂലാണ് അല്ലെ. 19ാമത് ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ഔദ്യോഗിക സ്പോൺസർ അമൂലായിരുന്നു. 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി ചൈനയിലെ ഹാങ്ഷു ആയിരുന്നു. ചൈനയിലെ ഹാങ്ഷു. 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി ചൈനയിലെ ഹാങ്ഷു ആയിരുന്നു. 2023 ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയായിരുന്നു. 2023 ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? രോഹിത് ശർമ്മ. ഇന്ത്യയിലെ ആദ്യത്തെ AI പവേഡ് ആന്റി ഡ്രോൺ സിസ്റ്റം ഏതാണ്? അത് ഇന്ദ്രജാലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ AI പവേഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പവേഡ് ആന്റി ഡ്രോൺ സിസ്റ്റം ഇന്ദ്രജാലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ സിറ്റി ഏതാണ്? ഈ സോളാറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതൊക്കെ ഒന്ന് നോട്ട് ചെയ്തോണം. സോളാറും അതേപോലെ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഇനിയുള്ള കാലങ്ങളിൽ ചോദ്യങ്ങളായിട്ട് വരുന്നതാണ്. സോളാറൊക്കെ എപ്പോഴും സോളാറുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ സിറ്റി സാഞ്ചിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ സിറ്റി സാഞ്ചിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ പവർ ട്രാൻസ്ഫോമർ സ്റ്റേഷൻ നിലവിൽ വരുന്നത് ബംഗളൂരുവിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ പവർ ട്രാൻസ്ഫോമർ സ്റ്റേഷൻ നിലവിൽ വരുന്നത് ബംഗളൂരുവിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ പവർ ട്രാൻസ്ഫോമർ സ്റ്റേഷൻ നിലവിൽ വരുന്നത് ബംഗളൂരുവിലാണ്. അധ്യാപക പരിശീലനത്തിനായി UGC ആരംഭിച്ച പ്രോഗ്രാമാണ് മാളവ്യ മിഷൻ. എന്താണ്? അധ്യാപക പരിശീലനത്തിന് വേണ്ടിയിട്ടാണ്. അധ്യാപക പരിശീലനത്തിനായി. LP UPക്ക് വേണ്ടി പഠിക്കുന്നവരുണ്ട്.
ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ നോട്ട് ചെയ്യുക, അധ്യാപക പരിശീലനത്തിനായി UGC ആരംഭിച്ച പ്രോഗ്രാമാണ് മാളവ്യ മിഷൻ. എന്താണ് ആ മിഷന്റെ പേര്? മാളവ്യ മിഷൻ അല്ലെ. ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം പുരുഷ സെമി ഫൈനലുകൾ കളിക്കുന്ന താരമാണ് നൊവാക് ജോക്കോവിച്ച്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം പുരുഷ സെമി ഫൈനലുകൾ കളിക്കുന്ന താരമാണ് നൊവാക് ജോക്കോവിച്ച്. 2023 സെപ്റ്റംബറിൽ ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസിയുടെ വിലക്ക് ലഭിച്ച ഇന്ത്യൻ സ്പ്രിന്റർ ആരാണ്? അത് ഹിമാദാസ് ആണ് അല്ലെ. ഹിമാദാസ് എന്താണ്? 2023 സെപ്റ്റംബറിൽ ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസിയുടെ വിലക്ക് ലഭിച്ച ഇന്ത്യൻ സ്പ്രിന്റർ ആണ് ഹിമാദാസ്. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഡയറക്ടറാണ് അരുൺകുമാർ സിൻഹ. ദി ലോ ട്രസ്റ്റിന്റെ 2023 VR കൃഷ്ണയ്യർ പുരസ്കാരത്തിന് അർഹനായത് ഉമ്മൻചാണ്ടിയാണ് അല്ലെ. ദി ലോ ട്രസ്റ്റിന്റെ 2023 VR കൃഷ്ണയ്യർ പുരസ്കാരത്തിന് അർഹനായത് ഉമ്മൻചാണ്ടിയാണ്. ജനിതക ഘടന കണ്ടെത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ കടൽ മത്സ്യമാണ് മത്തി. നൈസ് അല്ലേ, അത് കൊള്ളാം. ജനിതക ഘടന കണ്ടെത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ കടൽ മത്സ്യമാണ് മത്തി അല്ലെ, മത്തി. അടുത്ത പോയിന്റ് നോക്കുക, ഗ്രാൻഡ് സ്ലാം ഡബിൾസ് ഫൈനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് രോഹൻ ബൊപ്പണ്ണ. ഗ്രാൻഡ് സ്ലാം ഡബിൾസ് ഫൈനലിലാണ് കേട്ടോ. ഗ്രാൻഡ് സ്ലാം ഡബിൾസ് ഫൈനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് രോഹൻ ബൊപ്പണ്ണ. 2023 അന്തരിച്ച തമിഴ് നടനും സംവിധായകനുമായ വ്യക്തിയാണ് ജി മാരിമുത്തു. 2023 അന്തരിച്ച തമിഴ് നടനും സംവിധായകനുമായ വ്യക്തിയാണ് ജി മാരിമുത്തു. ഇന്ത്യയുടെ G20 പ്രസിഡൻസിയെക്കുറിച്ചുള്ള ഈ ബുക്കിന്റെ പേരെന്താണ്? ഇന്ത്യയുടെ G20 പ്രസിഡൻസിയെക്കുറിച്ചുള്ള ബുക്കാണ് പീപ്പിൾസ് G20 അല്ലെ. ആ ബുക്കിന്റെ പേരെന്താണ്? ഇലക്ട്രോണിക് വെർഷൻ ആണ് അല്ലെ. ഇന്ത്യയുടെ G20 പ്രസിഡൻസിയെക്കുറിച്ചുള്ള ബുക്ക്, അതിന്റെ പേരാണ് പീപ്പിൾസ് G20 എന്ന് അല്ലെ, പീപ്പിൾസ് G20. 2023 ടൈം മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പനികളിൽ ഉൾപ്പെട്ട ഇന്ത്യൻ കമ്പനിയാണ് ഇൻഫോസിസ് എന്ന് പറയുന്നത്. 2023 ടൈം മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പനികളിൽ ഉൾപ്പെട്ട ഇന്ത്യൻ കമ്പനിയാണ് അല്ലെ. 2023 ടൈം മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പനികളിൽ ഉൾപ്പെട്ട ഇന്ത്യൻ കമ്പനിയാണ് ഇൻഫോസിസ് എന്നറിയപ്പെടുന്നത്. 2023 സിംഗപ്പൂരിന്റെ ലീ ക്വാൻ യു ഫെലോഷിപ്പ് ലഭിച്ച ഇന്ത്യയിലെ മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ. 2023 സിംഗപ്പൂരിന്റെയാണ് എന്താണ്? ലീ ക്വാൻ യു ഫെലോഷിപ്പ് ലഭിച്ച ഇന്ത്യയിലെ മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ അല്ലെ. 2023 ഏത് കവിയുടെ 50ാം ചരമവാർഷികമാണ് ആചരിക്കപ്പെട്ടത്? അത് പാബ്ലോ നെരൂദയുടെയാണ്. അല്ലെ. 2023 ഏത് കവിയുടെ 50ാം ചരമവാർഷികം? പാബ്ലോ നെരൂദ. അടുത്തൊരു പോയിന്റ് നോക്കുക, 2023 മിസ് വേൾഡ് മത്സരങ്ങളുടെ വേദി അത് കാശ്മീർ ആയിരുന്നു. 2023 മിസ് വേൾഡ് മത്സരങ്ങളുടെ വേദി കാശ്മീർ. ക്ലീൻ എയർ സർവേ 2023 പ്രകാരം രാജ്യത്തെ 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങളിൽ 1ാം സ്ഥാനം നേടിയത് ഇൻഡോർ ആണ്. ക്ലീൻ എയർ സർവേ അല്ലെ, ഏതാണ് സർവേയുടെ പേര്? ക്ലീൻ എയർ സർവേ 2023 പ്രകാരം രാജ്യത്തെ 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങളിൽ 1ാം സ്ഥാനം നേടിയത് ഇൻഡോർ ആണ്. ഉദ്ധംപൂർ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ് ക്യാപ്റ്റൻ തുഷാർ മഹാജൻ റെയിൽവേ സ്റ്റേഷൻ അല്ലെ. പുതിയ പേരുകളൊക്കെയാണ്. ഉദ്ധംപൂർ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരെന്താണ്? ക്യാപ്റ്റൻ തുഷാർ മഹാജൻ റെയിൽവേ സ്റ്റേഷൻ. ഉദ്ധംപൂർ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ് ക്യാപ്റ്റൻ തുഷാർ മഹാജൻ റെയിൽവേ സ്റ്റേഷൻ. ആദ്യമായി G20 മൊബൈൽ ആപ്പ് പുറത്തിറക്കിയ രാജ്യം ഇന്ത്യയാണ്. 2023 അന്തരിച്ച ഇന്ത്യൻ കാർട്ടൂണിസ്റ്റ് ആണ് അജിത് നൈനാൻ. 2023 അന്തരിച്ച ഇന്ത്യൻ കാർട്ടൂണിസ്റ്റ് അജിത് നൈനാനാണ്. 2023 US ഓപ്പൺ പുരുഷ വിഭാഗം ഡബിൾസ് ജേതാക്കൾ അത് രാജീവ് റാമും ജോ സാലിസ്ബറിയുമാണ്. 2023 US ഓപ്പൺ പുരുഷ വിഭാഗം ഡബിൾസ് ജേതാക്കൾ രാജീവ് റാമും ജോ സാലിസ്ബറിയും. അഴിമതി കേസിൽ അറസ്റ്റിലായ മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയാണ് ചന്ദ്രബാബു നായിഡു. അഴിമതി കേസിൽ അറസ്റ്റിലായ മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയാണ്
ചന്ദ്രബാബു നായിഡു. അഴിമതി കേസിൽ അറസ്റ്റിലായ മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു. പൂർണ്ണമായും വനിതകൾ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ ഉപഗ്രഹമാണ് വിസാറ്റ് എന്ന് പറയുന്നത്. പൂർണ്ണമായും വനിതകൾ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ ഉപഗ്രഹമാണ് വിസാറ്റ്. 2023 അണ്ടർ 16 സാഫ് കപ്പ് ജേതാക്കൾ ഇന്ത്യയായിരുന്നു അല്ലെ. 2023 അണ്ടർ 16 സാഫ് കപ്പ് ജേതാക്കൾ ഇന്ത്യയായിരുന്നു. ബ്രസീലിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം നെയ്മറാണ് അല്ലെ. ബ്രസീലിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം നെയ്മറാണ്. 2023 അന്തരിച്ച ബ്രിട്ടീഷ് ജീവശാസ്ത്രജ്ഞനാണ് ഇയാൻ വിൽമുട്ട് അല്ലെ. ക്ലോണിങ്ങിന്റെ പിതാവ് ഇയാൻ വിൽമുട്ട് അല്ലെ. 2023 അന്തരിച്ച ബ്രിട്ടീഷ് ജീവശാസ്ത്രജ്ഞനാണ് ഇയാൻ വിൽമുട്ട്. ഏത് നിലയിലാണ് ഇയാൻ വിൽമുട്ട് പ്രസിദ്ധനായത്? ക്ലോണിങ്ങിന്റെ പിതാവ് ഇയാൻ വിൽമുട്ട്. സ്കോട്ട്ലൻഡിലെ റോസ്ലിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അനിമൽ ബയോസയൻസിൽ ഇയാന്റെ നേതൃത്വത്തിലുള്ള സംഘം ജന്മം നൽകിയ ചെമ്മരിയാടിന്റെ പേര് അത് നമുക്കറിയാമല്ലേ, ഡോളി എന്നായിരുന്നു. 1997 സ്കോട്ട്ലൻഡിലെ റോസ്ലിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അല്ലെ. ഇത് പുസ്തകത്തിലും ഈ വിവരം തന്നെ കൊടുത്തിട്ടുണ്ട്, സ്കൂൾ ടെക്സ്റ്റിൽ. സ്കോട്ട്ലൻഡിലെ റോസ്ലിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അനിമൽ ബയോസയൻസിൽ ഇയാന്റെ നേതൃത്വത്തിലുള്ള, അതായത് ഇയാൻ വിൽമുട്ടിന്റെ നേതൃത്വത്തിലുള്ള സംഘം ജന്മം നൽകിയ ചെമ്മരിയാടിന്റെ പേരാണ്, ചെമ്മരിയാടാണ് കേട്ടോ, ചെമ്മരിയാടാണ് ഈ ഡോളി എന്ന് പറയുന്നത്. 1997 സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല ഇപ്പോൾ ഇടുക്കിയാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. എങ്ങനെയാണ് ഇടുക്കിക്ക് ആ പദവി ലഭിച്ചത്? എറണാകുളം ജില്ലയിലെ ഏത് വില്ലേജിലെ 12,718.5096 ഹെക്ടർ ഇടമലക്കുടി വില്ലേജിലേക്ക് കൂട്ടിച്ചേർത്തപ്പോഴാണ് പാലക്കാടിനെ പിന്നിലാക്കി ഇടുക്കി വീണ്ടും ഏറ്റവും വലിയ ജില്ലയായതെന്നാണ്. അത് കുട്ടമ്പുഴയാണല്ലേ, കുട്ടമ്പുഴ. അതായത് എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിലെ 12,718 അല്ലെ, അല്ലെങ്കിൽ 12,718.5096 ഹെക്ടർ എന്ത് ചെയ്തു? ഇടമലക്കുടി വില്ലേജിലേക്ക്. ഏത് വില്ലേജിലേക്കാണ്? ഇടമലക്കുടി വില്ലേജിലേക്ക് കൂട്ടിച്ചേർത്തപ്പോഴാണ് പാലക്കാടിനെ പിന്നിലാക്കി ഇടുക്കി വീണ്ടും ഏറ്റവും വലിയ ജില്ലയായത്. മനസ്സിലായല്ലോ. എറണാകുളം ജില്ലയിലെ ഇതിൽ അറിഞ്ഞിരിക്കണം, എറണാകുളം ജില്ലയിലെ ഏത് ജില്ലയാണ്? അത് കുട്ടമ്പുഴ അല്ലെ. കുട്ടമ്പുഴ വില്ലേജ് എറണാകുളം ജില്ലയിലാണ്. ആ എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിലെ 12,718.5096 ഹെക്ടർ എന്ത് ചെയ്തു? ഇടമലക്കുടി വില്ലേജിലേക്ക് കൂട്ടിച്ചേർത്തു അല്ലെ. അപ്പോഴാണ് പാലക്കാടിനെ പിന്നിലാക്കി ഇടുക്കി വീണ്ടും ഏറ്റവും വലിയ ജില്ലയായത്. അപ്പോൾ അടുത്ത പേജിലാണ് അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. ആൾക്കൂട്ട ആക്രമണത്തിൽ മരണപ്പെട്ട ഏതൊരു വ്യക്തിയുടെയും ബന്ധുക്കൾക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. എന്താണ് ആ പ്രത്യേകത? ആൾക്കൂട്ട ആക്രമണത്തിൽ മരണപ്പെട്ട ഏതൊരു വ്യക്തിയുടെയും ബന്ധുക്കൾക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അർഹതപ്പെട്ട ഗൃഹനായികമാർക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പോൾ എന്താണ്? അർഹതപ്പെട്ട ഗൃഹനായികമാർക്ക് അല്ലെ, ഹൗസ് വൈഫ് അല്ലെ, അർഹതപ്പെട്ട ഗൃഹനായികമാർക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. ഹൂലോക്ക് ഗിബ്ബണ് വേണ്ടിയുള്ള സാങ്ച്വറി നിലവിൽ വന്ന സംസ്ഥാനം അസമാണ്. ഗിബ്ബൺ. ആ ഗിബ്ബന്റെ പേരെന്താണ്? ഹൂലോക്ക് ഗിബ്ബണ് വേണ്ടിയുള്ള സാങ്ച്വറി നിലവിൽ വന്ന സംസ്ഥാനം അസമാണ്. അസമിലാണ് ഹൂലോക്ക് ഗിബ്ബണ് വേണ്ടിയുള്ള സാങ്ച്വറി നിലവിൽ വന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഗൊറില്ല ഗ്ലാസ് നിർമ്മാണ ഫാക്ടറി നിലവിൽ വരുന്ന സംസ്ഥാനം തെലങ്കാനയാണ്. ഗൊറില്ല ഗ്ലാസ് അല്ലെ. ഇന്ത്യയിൽ ആദ്യമായി ഗൊറില്ല ഗ്ലാസ് നിർമ്മാണ ഫാക്ടറി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? തെലങ്കാന സംസ്ഥാനത്തിലാണ് ഗൊറില്ല ഗ്ലാസ്. അതേപോലെ ഹൂലോക്ക് ഗിബ്ബണ് അതിനുവേണ്ടിയുള്ള സാങ്ച്വറി അസമിലാണ്. പിന്നെ ഗൃഹനായികമാർക്ക് 1000 രൂപ പ്രതിമാസം നൽകുന്നത് തമിഴ്നാട് സർക്കാരാണ് അല്ലെ. ആൾക്കൂട്ടാക്രമണത്തിൽ മരണപ്പെട്ട ഏതൊരു വ്യക്തിയുടെയും ബന്ധുക്കൾക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ തീരുമാനിച്ചത് മധ്യപ്രദേശാണ്. ഇനി ബഹുഭാര്യത്വ വിരുദ്ധ നിയമത്തിന്റെ കരട് തയ്യാറാക്കാൻ 3 സമിതിയെ നിയോഗിച്ച സംസ്ഥാനം അസമാണ്. അസം സംസ്ഥാനം അല്ലെ, അസം. അപ്പോൾ ഹൂലോക്ക് ഗിബ്ബണ് വേണ്ടിയുള്ള സാങ്ച്വറി നിലവിൽ വന്നത് അസമാണ്. പിന്നെ ബഹുഭാര്യത്വ വിരുദ്ധ നിയമത്തിന്റെ കരട് തയ്യാറാക്കാൻ 3 സമിതിയെ നിയോഗിച്ച സംസ്ഥാനവും അസം ആണ്. അസം. പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾക്കായി ശബൾ യോജന നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. എന്താണ്? പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾക്കായി ശബൾ യോജന നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ട്രാൻസ്ജെൻഡേഴ്സിന് പ്രതിമാസം 1000 രൂപ
പെൻഷൻ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ജാർഖണ്ഡാണ് അല്ലേ? ജാർഖണ്ഡ്. അർഹതയുള്ള ഗൃഹനായികമാർക്ക് 1000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചത് തമിഴ്നാടാണ്. ട്രാൻസ്ജെൻഡേഴ്സിന് പ്രതിമാസം 1000 രൂപ പെൻഷൻ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ജാർഖണ്ഡാണ്. നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നമോ 11 പ്രോഗ്രാം പ്രഖ്യാപിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നമോ 11 പ്രോഗ്രാം പ്രഖ്യാപിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. 2023 സെപ്റ്റംബറിൽ അപൂർവ ലോഹമായ വനേഡിയം കണ്ടെത്തിയ സംസ്ഥാനം ഗുജറാത്താണ്. വനേഡിയം എവിടെ നിന്നാണ് കണ്ടെത്തിയത്? ഗുജറാത്തിലാണ്. വനേഡിയം ഗുജറാത്ത്. 2023 സെപ്റ്റംബറിൽ അപൂർവ ലോഹമായ വനേഡിയം കണ്ടെത്തിയ സംസ്ഥാനം ഗുജറാത്താണ്. ശങ്കരാചാര്യരുടെ 108 അടി ഉയരമുള്ള ഏകാത്മകത പ്രതിമ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം മധ്യപ്രദേശാണ്. മധ്യപ്രദേശിലെ ഓംകാരേശ്വറിൽ ശങ്കരാചാര്യരുടെ 108 അടി ഉയരമുള്ള ഏകാത്മകത പ്രതിമ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം മധ്യപ്രദേശ്. അത് ഓംകാരേശ്വറിൽ. അടുത്ത പോയിന്റ് നോക്കാം. അവയവദാനം ചെയ്യുന്നവരുടെ സംസ്കാരങ്ങൾ സംസ്ഥാന ബഹുമതികളോടെ നടത്തുമെന്ന് അടുത്തിടെ പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. വളരെ നല്ലൊരു തീരുമാനം. അവയവദാനം ചെയ്യുന്നവരുടെ സംസ്കാര ചടങ്ങുകൾ സംസ്ഥാന ബഹുമതികളോടെ നടത്തുമെന്ന് അടുത്തിടെ പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. അടുത്ത പോയിന്റ്. ബ്രിട്ടനിലെ ഊർജ്ജ സുരക്ഷാ മന്ത്രിയായി നിയമിതയായ ഇന്ത്യൻ വംശജയാണ് ക്ലെയർ കുഡിഞ്ഞോ അല്ലേ? അപ്പോൾ കുഡിഞ്ഞോ എന്ന് കേട്ടാലൊരു മലയാളം ടച്ച് വരുന്നുണ്ടല്ലോ, കുഡിഞ്ഞോ. അപ്പോൾ അതുകൊണ്ടൊക്കെ കണക്ട് ചെയ്തൊക്കെ എടുക്കാൻ പറ്റുമായിരിക്കും അല്ലേ? ബ്രിട്ടനിലെ എന്ത് മന്ത്രിയാണിത്? ഊർജ്ജ സുരക്ഷാ മന്ത്രിയാണ് കേട്ടോ. ബ്രിട്ടനിലെ ഊർജ്ജ സുരക്ഷാ മന്ത്രിയായി നിയമിതയായ ഇന്ത്യൻ വംശജയാണ് ക്ലെയർ കുഡിഞ്ഞോ. ഓറോൺ എയർക്രാഫ്റ്റ് നിർമ്മിച്ച രാജ്യം ഇസ്രയേലാണ്. ഓറോൺ എയർക്രാഫ്റ്റ് നിർമ്മിച്ച രാജ്യം ഇസ്രയേൽ. വീണ്ടും 5 വർഷ കാലാവധിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സിംബാബ്വേയുടെ പ്രസിഡന്റാണ് എമേഴ്സൺ നംഗഗ്വ. വീണ്ടും 5 വർഷ കാലാവധിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സിംബാബ്വേയുടെ പ്രസിഡന്റ് എമേഴ്സൺ നംഗഗ്വ. പുതുക്കിയ നൊബേൽ സമ്മാന തുക എത്രയാണ്? 11 മില്യൺ സ്വീഡിഷ് ക്രൗൺ ആണ്. 11 മില്യൺ സ്വീഡിഷ് ക്രൗൺ. പുതുക്കിയ നൊബേൽ സമ്മാന തുക 11 മില്യൺ സ്വീഡിഷ് ക്രൗൺ ആണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന TN ശേഷന്റെ ആത്മകഥയാണ് ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ്. TN ശേഷന്റെ ആത്മകഥ. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന TN ശേഷന്റെ ആത്മകഥയാണ് ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 10,000 റൺസ് നേടിയ 6ാമത്തെ ഇന്ത്യൻ താരമാണ് രോഹിത് ശർമ്മ. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 10,000 റൺസ് നേടിയ 6ാമത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് രോഹിത് ശർമ്മ. ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് 4 വർഷത്തേക്ക് വിലക്ക് ലഭിച്ച വനിതാ ടെന്നീസ് താരമാണ് സിമോണ ഹാലെപ്പ്. എന്താണ്? ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് 4 വർഷത്തേക്ക് വിലക്ക് ലഭിച്ച വനിതാ ടെന്നീസ് താരമാണ് സിമോണ ഹാലെപ്പ്. 2023 ഫിബ ബാസ്കറ്റ്ബോൾ ലോകകപ്പ് ജേതാക്കൾ ജർമ്മനി. ചിക്കാഗോ പ്രസംഗത്തിന്റെ 130ാം വാർഷിക വേളയിൽ സ്വാമി വിവേകാനന്ദന്റെ 6 അടി ഉയരമുള്ള വെങ്കല പ്രതിമ സ്ഥാപിക്കപ്പെട്ട കേരളത്തിലെ സ്ഥലമാണ് കാലടി അല്ലെ? ചിക്കാഗോ പ്രസംഗത്തിന്റെ 130ാം വാർഷിക വേളയിൽ സ്വാമി വിവേകാനന്ദന്റെ 6 അടി ഉയരമുള്ള വെങ്കല പ്രതിമ സ്ഥാപിക്കപ്പെട്ട കേരളത്തിലെ സ്ഥലമാണ് കാലടി. അതേപോലെ 2023 സെപ്റ്റംബറിൽ നിപ മരണം സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല കോഴിക്കോടാണ്. 2023 സെപ്റ്റംബറിൽ നിപ മരണം സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല കോഴിക്കോട്. 2023 അണക്കെട്ട് സുരക്ഷ സംബന്ധിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായത് ജയ്പൂരാണ് അല്ലെ? 2023 അണക്കെട്ട് സുരക്ഷ സംബന്ധിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായത് ജയ്പൂരാണ്. രാജ്യവ്യാപകമായി എല്ലാവർക്കും സമഗ്ര ആരോഗ്യ സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആയുഷ്മാൻ ഭവ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത് ദ്രൗപദി മുർമു. എന്താണ്? രാജ്യവ്യാപകമായി എല്ലാവർക്കും സമഗ്ര ആരോഗ്യ സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആ പദ്ധതിയുടെ പേര് ആയുഷ്മാൻ ഭവ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത് ദ്രൗപദി മുർമു ആണ്. 7ാമത് ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസിന് വേദിയായത് ന്യൂഡൽഹിയാണ്. എന്താണ്? 7ാമത് ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസ് അല്ലെ? 7ാമത് ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസിന് വേദിയായത് ന്യൂഡൽഹിയാണ്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്കാണ് വിസ്മയ അല്ലെ? ഇപ്പൊ സൗരോർജ്ജം എന്ന് കേൾക്കുമ്പോൾ നോട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്കാണ് വിസ്മയ എന്ന് പറയുന്നത്. വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്. ഈ കർഷകരുടെ അവകാശങ്ങളെ സംബന്ധിച്ചുള്ള ആദ്യത്തെ ആഗോള സിംബോസിയം
ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തത് ദ്രൗപദി മുർമുവാണ്. എന്താണ്? കർഷകരുടെ അവകാശങ്ങളെ സംബന്ധിച്ചുള്ള ആദ്യത്തെ ആഗോള സിംബോസിയം ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? അത് നമ്മുടെ ദ്രൗപദി മുർമുവാണ്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഞാൻ പറഞ്ഞു നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ക്ലാസ് അതേപോലെ ഷെയർ ചെയ്ത് സഹകരിക്കുക. അടുത്തത് യുവേഫ വിമൻസ് ചാമ്പ്യൻസ് ലീഗിൽ ഗോൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരമാണ് മനീഷ കല്യാൺ. യുവേഫ വിമൻസ് ചാമ്പ്യൻസ് ലീഗിൽ ഗോൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരമാണ് മനീഷ കല്യാൺ. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കുറച്ച് ഇന്നിങ്സുകളിൽ നിന്ന് 13,000 റൺസ് നേടിയ താരമാണ് വിരാട് കോഹ്ലി. അപ്പോൾ എന്താണ്? അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കുറച്ച് ഇന്നിങ്സുകളിൽ നിന്ന് 13,000 റൺസ് നേടിയ താരമാണ് വിരാട് കോഹ്ലി. കഥകളി കലാകാരനായ കോട്ടയ്ക്കൽ ശിവരാമന്റെ ആത്മകഥയാണ് സ്ത്രൈണം. അല്ലെ, കഥകളി കലാകാരനായ കോട്ടയ്ക്കൽ ശിവരാമന്റെ ആത്മകഥയാണ് സ്ത്രൈണം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഫൈറ്റർ എയർഫീൽഡ് നിലവിൽ വരുന്നത് ലഡാക്കിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഫൈറ്റർ എയർഫീൽഡ് നിലവിൽ വരുന്നത് ലഡാക്കിലാണ്. ഓപ്പണറായി ഇറങ്ങി ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരമാണ് ഡേവിഡ് വാർണർ എന്ന് പറയുന്നത്. അല്ലെ, ഓപ്പണറായി ഇറങ്ങി ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരമാണ് ഡേവിഡ് വാർണർ. ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷന്റെ പുതിയ ചെയർമാൻ ശ്രീനിവാസൻ കെ സ്വാമിയാണ്. ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷന്റെ പുതിയ ചെയർമാൻ ശ്രീനിവാസൻ കെ സ്വാമി. അടുത്തത് സ്പാനിഷ് ഫുട്ബോൾ ലീഗായ ലാലിഗയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഫുട്ബോൾ അക്കാദമി നിലവിൽ വരുന്നത് കൊൽക്കത്തയിലാണ്. സ്പാനിഷ് ഫുട്ബോൾ ലീഗായ ലാലിഗയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഫുട്ബോൾ അക്കാദമി നിലവിൽ വരുന്നത് കൊൽക്കത്തയിലാണ്. 2023 സെപ്റ്റംബർ 17 പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയത് ജഗദീപ് ധൻകറാണ്. ഈ ഒരു ഡേറ്റ് നോക്കുക. 2023 സെപ്റ്റംബർ 17 പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയത് ജഗദീപ് ധൻകറാണ്. ലോക അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? 18ാം സ്ഥാനം. ലോക അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യക്ക് 18ാം സ്ഥാനമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ റൂഫ് സൈക്ലിംഗ് ട്രാക്ക് സ്ഥാപിതമായത് ഹൈദരാബാദിലാണ്. ഞാൻ പറഞ്ഞു സോളാർ ചേർത്ത് വരുന്നതൊക്കെ നോട്ട് ചെയ്തോണം അല്ലേ. അപ്പോൾ എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ റൂഫ് സൈക്ലിംഗ് ട്രാക്ക് സ്ഥാപിതമായ നഗരം ഹൈദരാബാദാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ റൂഫ് സൈക്ലിംഗ് ട്രാക്ക് സ്ഥാപിതമായ നഗരം ഹൈദരാബാദ്. ഇന്ത്യയിലെ ആദ്യത്തെ ODF വെളിയ വിസർജന വിമുക്ത എന്നാണ് പ്ലസ് ജില്ല വയനാടാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ODF പ്ലസ് ജില്ല വയനാടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ODF ജില്ല, അതായത് വെളിയിട വിസർജന വിമുക്ത ജില്ല വയനാട്. ഇന്ത്യയിലെ ആദ്യത്തെ വെളിയിട വിസർജന വിമുക്ത ജില്ല ഏതാണ്? വയനാട്. ഇന്ത്യയുടെ ചന്ദ്രയാൻ ദൗത്യം വിജയകരമായി പൂർത്തിയായെന്ന പ്രഖ്യാപനം നടത്തിയ വ്യക്തി ഡോക്ടർ സോമനാഥ്. ഇന്ത്യയുടെ ചന്ദ്രയാൻ ദൗത്യം വിജയകരമായി പൂർത്തിയായെന്ന പ്രഖ്യാപനം നടത്തിയ വ്യക്തിയാരാണ്? ഡോക്ടർ എസ് സോമനാഥ്. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിതനായ മലയാളി നാവികനാണ് അഭിലാഷ് ടോമി. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിതനായ മലയാളി നാവികനാണ് അഭിലാഷ് ടോമി. ഏതു പേരിലാണ് കുടുംബശ്രീ മിഷൻ 2023 സെപ്റ്റംബർ 18 മുതൽ അന്താരാഷ്ട്ര മില്ലറ്റ് വർഷത്തോടനുബന്ധിച്ച് സംസ്ഥാനതല യാത്ര നടത്തുന്നത്? നമ്മത തീവനാഗ. ഇതെനിക്ക് ഡൗട്ടുള്ള പോയിന്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കാൻഡിലിവർ ചില്ലുപാലം എവിടെയാണ് നിലവിൽ വന്നത്? വാഗമണ്ണിൽ. ഇത് നമുക്ക് അറിവുള്ള കാര്യമാണ് അല്ലേ. ഇത് 40 മീറ്റർ നീളമുള്ള ചില്ലുപാലത്തിൽ ഒരേ സമയം 15 പേർക്ക് കയറാൻ സാധിക്കും. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ DTPCയും പെരുമ്പാവൂരിലെ ഭാരത് മാതാ വെഞ്ചേഴ്സും ചേർന്നാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്? രാജ്യത്തിലെ തന്നെയാണ് കേട്ടോ, നമ്മുടെ ഇന്ത്യയിലെ രാജ്യത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കാൻഡിലിവർ ചില്ലുപാലമാണ് നമ്മുടെ വാഗമണിൽ നിലവിൽ വന്നിട്ടുള്ളത്. നമ്മൾ ടൂറിന് പോകുന്ന സ്ഥലമാണല്ലോ, അപ്പോൾ അത് അങ്ങനെ ഓർത്തിരിക്കാം. ഇതൊരു ഇൻഫർമേഷനാണ്. ആ വാഗമണിലെ ഈ പറയുന്ന കാൻഡിലിവർ ചില്ലുപാലത്തിന് 40 മീറ്റർ നീളമുണ്ട് അല്ലേ. ഇനി ഒരേ സമയം 15 പേർക്ക് കയറാൻ സാധിക്കും. ഇത് നിർമ്മിച്ചിട്ടുള്ളത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ നമ്മുടെ DTPCയും അതേപോലെ പെരുമ്പാവൂരിലെ ഭാരത് മാതാ വെഞ്ചേഴ്സും ചേർന്നാണ് അല്ലേ. അതൊരു ഇൻഫർമേഷനാണ്. അടുത്തത് 37,719 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എതിർ സ്ഥാനാർത്ഥി ജെയ്ക് തോമസിനെ പരാജയപ്പെടുത്തി പുതുപ്പള്ളി ഉപതിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ചാണ്ടി ഉമ്മൻ. ഈ തിരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായൊരു തിരഞ്ഞെടുപ്പായിരുന്നു. നമ്മളത് കണ്ടതാണ് അല്ലെ, നമുക്കതറിയാം. അപ്പോൾ അത് ക്വസ്റ്റ്യനായിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പം എന്താണ്? 37,719 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എതിർ സ്ഥാനാർത്ഥി ആരായിരുന്നു? ജെയ്ക് തോമസിനെ പരാജയപ്പെടുത്തി. ഏത് തിരഞ്ഞെടുപ്പാണ്?
പുതുപ്പള്ളി ഉപതിരഞ്ഞെടുപ്പ് അല്ലെ, പുതുപ്പള്ളി ഉപതിരഞ്ഞെടുപ്പിൽ വിജയിച്ചതാരാണ്? ചാണ്ടി ഉമ്മൻ. അപ്പോൾ 37,719 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എതിർ സ്ഥാനാർത്ഥി ജെയ്ക് തോമസിനെ പരാജയപ്പെടുത്തി പുതുപ്പള്ളി ഉപതിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ചാണ്ടി ഉമ്മനാണ്. ലോക അത്ലറ്റിക് മീറ്റിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം USA ആണ്. ലോക അത്ലറ്റിക് മീറ്റിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം USA ആണ്. ലോക അത്ലറ്റിക് മീറ്റിൽ രണ്ടാം സ്ഥാനം നേടിയ രാജ്യം അത് കാനഡയാണ്. അപ്പോൾ ഒന്നാം സ്ഥാനം USA, രണ്ടാം സ്ഥാനം കാനഡ, മൂന്നാം സ്ഥാനം സ്പെയിൻ. USA, കാനഡ, സ്പെയിൻ അല്ലെ. ലോക അത്ലറ്റിക് മീറ്റിൽ ഒന്നാം സ്ഥാനം USA, രണ്ടാം സ്ഥാനം കാനഡ, മൂന്നാം സ്ഥാനം സ്പെയിൻ. കോപ്പൻഹേഗനിൽ നടന്ന ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യയുടെ മലയാളി താരമാണ് HS പ്രണോയ്. എവിടെയാണ് നടന്നത്? കോപ്പൻഹേഗനിൽ നടന്ന ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിലാണ്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ കോപ്പൻഹേഗനിൽ നടന്ന ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യയുടെ മലയാളി താരമാണ് HS പ്രണോയ്. GST അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ ബെഞ്ചുകൾ സ്ഥാപിക്കുന്ന സ്ഥലങ്ങൾ എവിടെയാണ്? അത് തിരുവനന്തപുരം, എറണാകുളം അല്ലെ. എറണാകുളം. GST അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ ബെഞ്ചുകൾ സ്ഥാപിക്കുന്ന സ്ഥലങ്ങളാണ് തിരുവനന്തപുരം, എറണാകുളം. 2023 സെപ്റ്റംബറിൽ G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത് ന്യൂഡൽഹി ആയിരുന്നു അല്ലെ. ന്യൂഡൽഹി ഇത് കഴിഞ്ഞുപോയ കാര്യമാണ്. 2023 സെപ്റ്റംബറിൽ G20ക്ക് വേദിയായത് ന്യൂഡൽഹിയാണ്. 2023 റെക്കോർഡ് വിലയ്ക്ക് എന്ന് പറഞ്ഞാൽ 51.7 കോടി രൂപയ്ക്ക് വിറ്റുപോയ ഗസ്റ്റേഷൻ എന്ന ചിത്രം വരച്ചത് സെയ്ദ് ഹൈദർ റാസയാണ്. 2023 റെക്കോർഡ് വിലയ്ക്കാണ് വിറ്റുപോയത്. എത്രയാണ്? 51.7 കോടി രൂപയ്ക്ക് വിറ്റുപോയ ആ ചിത്രത്തിന്റെ പേര് ഗസ്റ്റേഷൻ എന്ന ചിത്രം വരച്ചത് സെയ്ദ് ഹൈദർ റാസ. സിംഗപ്പൂരിലെ പുതിയ പ്രസിഡന്റ് ആരാണ്? അത് തർമൻ ഷൺമുഖ രത്നമാണ്. എന്താണ് തർമൻ ഷൺമുഖ രത്നമാണ് അല്ലെ സിംഗപ്പൂരിലെ പുതിയ പ്രസിഡന്റ്. ഇത് ചോദിക്കാൻ നല്ലൊരു പോയിന്റാണ്. സിംഗപ്പൂരിലെ പുതിയ പ്രസിഡന്റ് തർമൻ ഷൺമുഖ രത്നം. 2023 ഏഷ്യ കപ്പാണ്. 2023 ഏഷ്യ കപ്പ് പുരുഷ ക്രിക്കറ്റ് ജേതാവ് ആരാണ്? അത് ഇന്ത്യയാണ് അല്ലെ. ശ്രീലങ്കയാണ് റണ്ണറപ്പ്. ഏഷ്യ കപ്പാണ് കേട്ടോ. ഏഷ്യ കപ്പ് 2023 ഏഷ്യ കപ്പ് പുരുഷ ക്രിക്കറ്റ് ജേതാവ് ഇന്ത്യ ആണ്. ശ്രീലങ്ക ആണ് റണ്ണറപ്പ്. 2023 നാവികസേനാ ദിനാഘോഷത്തിന്റെ വേദി അത് സിന്ധുദുർഗ് ആണ് അല്ലെ. 2023 നാവികസേനാ ദിനാഘോഷത്തിന്റെ വേദി സിന്ധുദുർഗ്. കുറഞ്ഞ നിരക്കിൽ യാത്രക്കാർക്ക് AC ബസ് യാത്രാ സൗകര്യം ലഭ്യമാക്കുന്നതിനായി KSRTC ആരംഭിച്ച സർവീസാണ് ജനതാ സർവീസ്. എന്താണ്? കുറഞ്ഞ നിരക്കിൽ യാത്രക്കാർക്ക് AC ബസ് അല്ലെ, AC ആണ് അല്ലെ, AC ബസ് യാത്രാ സൗകര്യം ലഭ്യമാക്കുന്നതിനായി KSRTC ആരംഭിച്ച സർവീസാണ് ജനതാ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും കൊണ്ട് നിർത്താം. നമുക്ക് ബാക്കി ഉടനെ തന്നെ പഠിക്കാം. നിങ്ങൾ ഇതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കറണ്ട് അഫയേഴ്സ് നമുക്ക് മാക്സിമം വേഗത്തിൽ തന്നെ തീർക്കാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.